എടാ സന്തോഷേ, എന്റെ കല്യാണ കാര്യം പറഞ്ഞപ്പോൾ നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞ എന്നതാ? ആ റോഡ് കെട്ടി കിടക്കണമെന്നല്ലേ? വേലി എല്ലാം താ പൊളിച്ചു തൊലിച്ചു വെച്ചേക്കും. ഇരുട്ട് കണ്ട പെണ്ണുങ്ങളുടെ പാവാട പൊക്കുന്ന അവന്മാരല്ലാതെ വേറെ ആരെങ്കിലും ഈ പണി ചെയ്യടാ? ഇനി അത് വേണ്ട. അത് തന്നെ കുറച്ച് ചുറ്റുവളഞ്ഞു പോട്ടെ നാറുകള്. അങ്ങനെയല്ലെന്ന് കല്ല് വെച്ച് കെട്ടിടക്കുന്നേ. വേണ്ട പോണ്ട. നാളെ തന്നെ തുടങ്ങണം. അതെങ്ങനെയാണോ? 2 ആഴ്ച എങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? 2 പണിക്കാരോടുന്ന കേസല്ലേ ഉള്ളൂ. പിന്നെ നീ നിന്റെ സൗകര്യം വിളിച്ചു. സന്തോഷം. അവൻ അങ്ങനൊരു കൊതമ്പൊക്കി നാറി. എന്താ ചേച്ചി? ഉച്ചയ്ക്ക് എന്നതാ ഉണ്ടാക്കണ്ടേ? അതെന്തെങ്കിലും പച്ചക്കറി മതി. അയ്യോ കൊച്ചേ, ഇതൊന്നും അകത്തോണ്ട് വയ്ക്കുന്ന അച്ചായന് ഇഷ്ടമല്ല കേട്ടാ. എന്താ? അല്ല, ആ കാര്യത്തിലെ അച്ചായൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പ്. എന്തു പറഞ്ഞു? ജീവനുള്ള ഇതുങ്ങളെ പിടിച്ച് അകത്തോണ്ട് വയ്ക്കുന്നതേ ജയിലിലിടുന്ന പോലെ അല്ലേ? അതൊക്കെ ഐശ്വര്യക്കുറവന്നേ. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കിതിനോടൊക്കെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ. എൻ്റെ വീട്ടിലൊക്കെ നിറച്ചും ചെടികളാണ്. ആണോ? എന്നിട്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? ദേ വരുന്നു, ഞാൻ പോവാണേ. ഇതൊക്കെ എന്നതാ? രതിയൊന്നും പറഞ്ഞില്ലേ? എന്നെ അല്ല, പറഞ്ഞിരുന്നു മറ്റോ. നീ ഒരു വായനക്കാരിയെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ തപ്പുകയായിരുന്നു. നല്ല ഉഗ്രം പുസ്തകങ്ങളാ. എൻ്റെ അനിയൻ ജോണിന്റെ ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് അവളൊന്ന് ഒതുങ്ങി. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നീയും ഒരു 1-ാം തരം കുടുംബിനിയാവും. ഉറപ്പാ. അച്ഛൻ ചെസ് കളിക്കൂ? നമ്മളൊന്ന് കളിച്ചു നോക്കിയാലല്ലേ അറിയൂ. എന്നാ ഞാനൊരു ഗെയിം സെറ്റ് ചെയ്യട്ടെ. എന്തേ? ആ കടുപ്പമാര് കുണച്ചു എന്റെ വീട്ടിലോട്ട് കയറിയോ? എന്നാലൊന്ന് കാണട്ടെ. എടാ ബേബിയെ, ഏത് പരന്നാറുകളാ എൽദോസിന്റെ പണി തടയാമെന്ന് നിൽക്കുന്നേ? ഇതുവഴി വണ്ടി പോണ്ടായോ? എന്നാ വണ്ടി പോണല്ലേ? ഞാൻ കെട്ടിയ വേലിയും പൊളിച്ചേച്ച് മറ്റേ കൂടെ നിന്റെ വണ്ടി അങ്ങോട്ട് കയറ്റിക്കൊണ്ടോ അല്ലേ? ആരാടാ ഇത് പൊളിച്ചേ? അങ്ങനെ പറഞ്ഞ പൊതുവഴിയല്ലേ? ആണോ? പൊതുവഴിയാന്ന് നിന്റെ അപ്പനങ്ങ് തീരുമാനിച്ചോ? എടാ, കഴിഞ്ഞ 1 മാസം മുന്നേ പറഞ്ഞോ ഇനി ഇതുവഴി പോകാൻ പറ്റില്ല എന്ന്. കല്ലെടുത്തുള്ള മാറി നിൽക്കണോ ഊളകളെ? അയ്യോ അച്ഛായ, എന്താ? എന്തു പറ്റി? അല്ല, ഇതാരാ? അച്ഛന്റെ പുതിയ ഭാര്യ ആണോ? നീ എന്തിനാ? ആണോ? ഞാൻ ഒരു ശബ്ദം. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കാണുന്നേ. കൊള്ളാലോ സാധനം. അച്ഛാനിങ് വന്നേ. എന്താ? അച്ഛനിപ്പോ ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നല്ലേ? അതിന് അല്ല, അതിനൊന്നും ഇല്ലേ. ഈ ഉള്ളനോട് എന്തിനാ അച്ഛൻ സംസാരിക്കാൻ നിൽക്കുന്നത്? നമുക്കിവിടെ റോഡ് അടച്ചു കെട്ടണം. കെട്ടിയിരിക്കും. അച്ഛനിപ്പോ പോയിട്ട് ആ കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്കും. ഇനി ഈ ഊളകളൂടെ കിടന്ന് മിണക്കരുത്. മിണക്കിയാല മിണക്കിയാലെന്നേ. ഞാൻ ഏറ്റു കേട്ടോ. അല്ല പിന്നെ മകളെ, നിങ്ങൾക്ക് ഇപ്പൊ എന്നാ വേണ്ടത്?
തരണം കുട്ടി മുളകേ. ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഷോ നാളെ. എന്താ? എന്തോ ഒരു അനക്കം പോലെ. അനക്കോ? എവിടെ? കൈക്കേ പണ്ടത്തെ കൈവിശേടി എന്നതായിരുന്നു? നിങ്ങൾ അതും ഇതും പറയാതെ അങ്ങോട്ട് പിടിച്ചേ. ഇവിടെ അല്ല, കാല് പിടിക്ക്. പിടിച്ചോ? എന്നാ പൊക്ക്. പൊക്ക്. പിടിച്ചോ ചേച്ചി. അയ്യോ, വിടരുത് ചേച്ചി. എന്തൊരു പാടോ ഇത്. മടുത്തു. ഒന്ന് കുഴഞ്ഞാ പിന്നെ മനുഷ്യന് 4 ഇരട്ടി ഭാരം വന്ന. പിടിക്ക ചേച്ചി, കഴുത്ത്. നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയോ കൂടും തോന്നണില്ല മോളെ. ആളുകൾ ആരെങ്കിലും വേണം. ഞാനും അത് തന്നെ ആലോചിക്കണം ചേച്ചി. പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒന്ന് നോക്കട്ടെ. മനുഷ്യൻ ഇത്തിരി ശ്വാസം എടുത്തോട്ടെ, കേറ്റിയിരുത്താം. തന്നോട് മിണ്ടരുന്നല്ലേ പറഞ്ഞത്.
ആ ഇന്നത്തെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞാൻ രാത്രിയിലത്തെ മരുന്നൊരു ചുവന്ന ഡബ്ബയിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ആ ഒന്ന് കൊടുത്തേക്കണേ.